കൊച്ചി ഇടപ്പള്ളി ക്ലബ്ബ് ജംഗ്ഷനിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ബൈക്ക് വർക്ക്ഷോപ്പും ആക്സസറീസ് ഷോപ്പും അടങ്ങുന്ന കെട്ടിടത്തിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചിരിക്കുകയാണ്. അർജുൻ മട്ടന്നൂരാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. അർജുൻ, വലിയ തീപിടുത്തമാണോ ഉണ്ടായത്? തീ അണയ്ക്കാനായത് ആശ്വാസകരമാണല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിയോടെയാണ് ഇവിടെ വലിയ തീപിടുത്തം ഉണ്ടായത്. ഈ കാണുന്നത് എടപ്പള്ളി ക്ലബ് ജംഗ്ഷനാണ്. ഇവിടെ ഈ കെട്ടിടത്തിലാണ് ഒരു ബൈക്കിന്റെ വർക്ക്ഷോപ്പും അതോടൊപ്പം തന്നെ കാർ ആക്സസറിന്റെ ഒരു കടയും പ്രവർത്തിച്ചിരുന്നത്. ഈ കാണുന്ന കെട്ടിടത്തിൽ ആണ് പ്രവർത്തിച്ചിരുന്നത്. ഇതൊരു പഴയ വീടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് പിന്നീട് വാടകയ്ക്കെടുത്ത ഈ 2 സ്ഥാപനങ്ങളും പ്രവർത്തിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഈ ബൈക്ക് വർക്ക്ഷോപ്പിന്റെ ഉടമ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ഇവിടെ തീപിടുത്തം ഉണ്ടായത്. തൊട്ടടുത്ത് അതിനോട് ചേർന്നുള്ള അതേ കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന കാർ ആക്സസറീസിലെ ജീവനക്കാരാണ് ഈ തീ കണ്ടത്. ഉടൻ തന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു, പോലീസിന് വിവരം അറിയിച്ചു. ഏതാണ്ട് 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ അണച്ചത്. എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. തീ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. വലിയ നഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് നിരവധി ബൈക്കുകളടക്കം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ബൈക്കുകളൊക്കെ തന്നെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നതായിരുന്നു. അവിടെയാണ് ഇത്തരമൊരു പ്രശ്നമുണ്ടായത്. ചേട്ടാ, ഇവിടെ എപ്പോഴാണ് സംഭവം? ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഉണ്ടായില്ല. ആരാ ഉണ്ടായിരുന്നത് ഇവിടെ? അടുത്ത ഓഫീസിലെ ആൾക്കാരുണ്ടായി. കുറേ ബൈക്കുകളുണ്ടായിരുന്നു അവിടെ? ഉണ്ടായി. എന്താണ് കാരണം എന്ന് വ്യക്തതയുണ്ടോ? അത് നോക്കിയിട്ട് വേണം, എന്താണെന്നറിയില്ല. ആക്സസറീസിന്റെ ഭാഗത്തേക്കും തീ പിടിച്ചിട്ടുണ്ട്. അതാണ് വിനീത. എന്തായാലും തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. തീ പൂർണ്ണമായും കെടുത്തിയിട്ടുണ്ട്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. എന്തായാലും വലിയ തീപിടുത്തമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഉണ്ടായത്. ശരി, അർജുൻ മട്ടന്നൂരാണ് സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകി.